പലവധി നമ്മൾ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ സുപ്രീം കോടതി ജഡ്ജിയെയും ലക്ഷ്യമിട്ട് സൈബർ തട്ടിപ്പുകാർ SMS-ലൂടെ വ്യാജ ട്രാഫിക് ചലാൻ അയച്ച് തന്റെ പണം തട്ടാൻ ശ്രമം നടന്നതായി ജസ്റ്റിസ് SC മിശ്ര. യഥാർത്ഥ ചലാൻ പോലെ തന്നെയായിരുന്നു വ്യാജ ചലാൻ എന്നും ജസ്റ്റിസ് മിശ്ര പറയുന്നു. ബി ബാലഗോപാൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബാലു, സുപ്രീം കോടതി ജഡ്ജിക്ക് പോലും രക്ഷയില്ല. തീർച്ചയായും പലതരത്തിലുള്ള തട്ടിപ്പുകൾ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഈ സുപ്രീം കോടതി തന്നെ ഈ ഡിജിറ്റൽ അറസ്റ്റുകൾ ഉൾപ്പെടെയുള്ളവയ്ക്കെതിരെ കാര്യമായ തോതിലുള്ള ഇടപെടലുകൾ നടത്തുന്നതിനിടയിലാണ് ഈ സുപ്രീം കോടതിയിലെ തന്നെ ഒരു ജഡ്ജി സതീഷ് ചന്ദ്ര മിശ്ര ഇപ്പോൾ ഈ തനിക്ക് നേരിടേണ്ടി വന്ന സൈബർ തട്ടിപ്പ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇന്ന് കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹം രാജസ്ഥാൻ സന്ദർശിക്കുന്ന സമയത്താണ് ഈ ട്രാഫിക് പോലീസിൻ്റെതെന്ന രീതിയിൽ ഒരു ചലാൻ ഫൈൻ അടയ്ക്കണമെന്ന് പറഞ്ഞ് ഒരു ചലാൻ അദ്ദേഹത്തിന് ലഭിച്ചതായാണ് ഇപ്പോൾ അദ്ദേഹം ഇന്ന് കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. ഈ ചലാൻ ലഭിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സ്റ്റാഫിൽപ്പെട്ടവരൊക്കെ ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ വെബ്സൈറ്റിലൊക്കെ കയറി പരിശോധന നടത്തി. അപ്പോഴാണ് മനസ്സിലാക്കുന്നത് അത് വ്യാജ ചലാൻ, അതായത് SMS-ലൂടെ ആയിരുന്നു ഈ ചലാൻ ലഭിച്ചിരുന്നത്. ഈ പണം അടയ്ക്കുന്നതിനുമായി ബന്ധപ്പെട്ട ബാങ്ക് അക്കൗണ്ടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൽ വിശദീകരിച്ചിരുന്നു. ഈ യഥാർത്ഥത്തിന് വെല്ലുന്ന തരത്തിലുള്ള ഒരു വ്യാജ ചലാനാണ് ഈ ജഡ്ജിക്ക് ലഭിച്ചതെന്നാണ് അദ്ദേഹം ഇന്ന് കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ഒരു സാധാരണക്കാർക്ക്, അതായത് ഒരു ജഡ്ജിയായ തനിക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരിക്കുമെന്നും അദ്ദേഹം ചോദിക്കുകയും ചെയ്തു. ഈ സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഒരു കേസ് പരിഗണിക്കുന്നതിനിടയിലാണ് ജസ്റ്റിസ് ദിബാങ്കർ ദത്തയ്ക്കൊപ്പമുണ്ടായിരുന്ന ജഡ്ജിയായ ജസ്റ്റിസ് സതീഷ് ചന്ദ്ര മിശ്ര ഇക്കാര്യത്തിലുള്ള തന്റെ അനുഭവം ഇന്ന് കോടതിയിൽ വിശദീകരിക്കുകയും ചെയ്യുന്നത്. ഏതായാലും ഈ തട്ടിപ്പ് തിരിച്ചറിഞ്ഞതിനാൽ പണം